ഈ ഓടി വരുന്നത് ആരാന്ന് മനസ്സിലായോ? നമ്മുടെ മാണിക്കല്ലേ. മുന്നിലെ രണ്ട് കാലുകളും പാതിയിൽ ഒന്ന് കാൽഭാഗം ഒന്ന് മുക്കാലും ഉള്ളൂ. അവന്റെ മുറിവ് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ വിട്ടതാണ്. അപ്പൊ അവൻ മൂത്രം ഒഴിക്കാൻ അപ്പിടാനും പോയിട്ട് വരികയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മാണിക്കൻ. മാണിക്കിപ്പം നമ്മുടെ കൂടെ വന്നിട്ട് ഏകദേശം 2 മാസം ആവാനായി. അവന്റെ കഥ എന്ന് പറഞ്ഞാൽ അവനൊരു വീട്ടിലെല്ലാവരും നാട്ടിലൊരു പ്രിയപ്പെട്ട ആൾക്കാരെ ഒരു നായയായിരുന്നു. അങ്ങനെ അവനവിടെ ഒരു നല്ല മനസ്സിലുള്ള ഫാമിലി ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു. അവന് അവിടെ നിന്ന് അപകടം പറ്റി. JCBന്ന് കല്ല് വീണിട്ട് അവന്റെ ബോളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൈ പാതി മുക്കാലും ആദ്യമേ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ബോളിന്റെ കേസ് വന്നപ്പോഴാണ്, പരിക്ക് പറ്റിയപ്പോഴാണ് ഞാൻ ഇതറിയുന്നത്. എന്നെ അവർ വിളിക്കുന്നത്, ഞാൻ അവിടെ പോയതും. പിന്നെ ആ കൈയും ബോളൊക്കെ ക്ലിയർ ചെയ്ത് സർജറി ചെയ്ത് നീക്കി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തു. ഒരുപാട് നാൾ ഞാൻ അവിടെ പോയി കണ്ടിന്യൂ അവിടെ പോയിട്ട് അവൻ്റെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് ഉണക്കിയത്. അപ്പം അന്ന് മുതലും അവൻ എന്നോട് നന്നായി സഹകരിക്കുകയായിരുന്നു. പിന്നീടാണ് അവൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന മറ്റേ കൈ കൂടി കുത്തിപ്പഴുത്ത് എന്തോ ഒരു ഇഷ്യൂ ആയി, ഇൻഫെക്ഷൻ ആയിട്ട് ആ കൈ ഒരു കാൽഭാഗം പാദത്തിൻ്റെ അവിടെ നമുക്ക് ആംബിറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അതാണ് ആ ചെറിയ കൈ. ഇപ്പോൾ 2 കൈയും മുറിവ് കംപ്ലീറ്റ് ഇങ്ങനെ ഉണങ്ങി വരും. അവിടെ സ്കിന്ന് കൂടി വരികയാണ്. അങ്ങനെ സ്കിന്ന് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് തറയിൽ കുത്തി നടക്കുന്ന ഒരു കണ്ടീഷൻ, ഇപ്പം അവൻ ഓടിപ്പോയില്ലേ, അങ്ങനെ നടക്കുന്ന ഒരു കണ്ടീഷൻ ആവും. കൂടുതൽ വെച്ച് നടക്കുമ്പോൾ അവിടെ തേഞ്ഞിട്ട് ഒരതിയിട്ട് മുറി ആവാനും സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഓക്കെ ആയിട്ട് വേണം അവിടെ എന്തെങ്കിലും കവർ പോലത്തെ എന്തെങ്കിലും സ്ലീവ് ബൂട്ട് പോലെ എന്തെങ്കിലും അവന് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. മാണിക്കൻ ട്യൂമർ വന്ന ആളാട്ടാ. മാണിക്കൻ ഭക്ഷണം കഴിക്കുമ്പോൾ തുമ്മിയും കൊണ്ടേ ഇരിക്കും. മുന്നൊക്കെ ഭയങ്കര തുമ്മുന്ന നമ്മൾ ഫ്ലൂയിഡൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ വീർത്തിട്ടായിരുന്നു. നമ്മൾ 4 കീമോ ചെയ്ത് ഒരു പല്ല് മോണൊക്കെ പോയിറക്കണ് കണ്ടാ. അടിയത്തെ പല്ലുകളൊക്കെ പോയിറക്കണ്. മോണ ഹോട്ടയാണ് കണ്ടാ. അങ്ങനെ ഈ കണ്ടീഷനാണ്. പക്ഷെ കുഴപ്പമില്ല, ഓക്കെയാണ് ഇപ്പോൾ. എൻ്റെ മാണിക്ക ഓക്കെയാണ്. മാണിക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോവാ. ഹായ് മാണിക്ക, ടാറ്റാ. മുറിയൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവനൊന്ന് മൂത്രം ഒഴിക്കണമെന്ന് അപ്പിടണം. അപ്പോൾ അവൻ ആ കാലം വെച്ചിട്ട് അങ്ങ് പുല്ലിലേക്ക് പോകും. എന്നിട്ട് അവിടെ കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരാം. മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കർമ്മത്തിൽ നിങ്ങൾക്കും ഞാൻ ചെയ്യുന്ന ഒരു നന്മയുടെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാ